Hello everybody, welcome to CS Classroom. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് DFA സ്റ്റേറ്റ് മിനിമൈസേഷൻ ആണ്. Alright, so let's get started. Okay, so നമ്മുടെ ടോപ്പിക് DFA സ്റ്റേറ്റ് മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ DFA ഉണ്ട്, അതിനകത്ത് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ ആ DFAനെ മിനിമൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? അതിലുള്ള സ്റ്റേറ്റ്സിനെ കുറയ്ക്കാൻ പറ്റും. സപ്പോസ് നമ്മുടെ DFA M is equal to Q സിഗ്മ ഡെൽറ്റ Q0F ഇതിൻ്റെ നൊട്ടേഷൻ ആണ്. സപ്പോസ് നമ്മുടെ DFA ഇതാണ്. ഓൾറൈറ്റ്, ഇതിനകത്ത് നമുക്ക് 7 സ്റ്റേറ്റ്സ് കാണാൻ പറ്റും. Q0 to Q7 Q6 7 സ്റ്റേറ്റ്സ് ഉണ്ട്. ഓൾറൈറ്റ്, സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ DFAനെ നമുക്ക് മിനിമൈസ് ചെയ്യണം, ചെറുതാക്കണം. ഓൾറൈറ്റ്, സോ നമ്മുടെ NFAയിൽ നിന്നും DFAയിലോട്ട് ചിലപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു DFA തരും. ചിലപ്പോൾ അത് വലിയൊരു DFA ആയിരിക്കും, ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്സ് അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മിനിമൈസ് ചെയ്യാനുള്ള ഒരു ടെക്നീക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആസ് ഫാർ ആസ് മൊഡ്യൂൾ 1 ഈസ് കൺസേൺഡ്, ഇത് അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടെയാണ്. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന DFAയുടെ ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കും, നമുക്ക് നന്നായിട്ട് അറിയാം ട്രാൻസിഷൻ ടേബിൾ എന്താണെന്നുള്ള കാര്യം. ഓക്കെ, സോ അതുപോലെ നമുക്ക് ട്രാൻസിഷൻ ടേബിൾ നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, ഇനി സ്റ്റെപ്പ് 1 നമ്മൾ DFA സ്റ്റേറ്റ് മിനിമൈസേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോൺ റീച്ചബിൾ സ്റ്റേറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോൺ റീച്ചബിൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ Q0യിൽ നിന്ന് തുടങ്ങി ഏതൊക്കെ സ്റ്റേറ്റ്സ് റീച്ചബിൾ അല്ല Q0യിൽ നിന്ന്. ഐ റിപ്പീറ്റ്, Q0 നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ എന്ത് പറയും? നോൺ റീച്ചബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയും. സപ്പോസ് Q0യിൽ നിന്ന് Q1ലോട്ട് പോകാൻ പറ്റും, തീർച്ചയായിട്ടും പോകാൻ പറ്റും. യു ക്യാൻ സി, ഇത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഓൾറൈറ്റ്, Q2ലോട്ട് പോകാൻ പറ്റുമോ? ഡയറക്റ്റ് അല്ല നമ്മൾ നോക്കുന്നത്, നമുക്ക് എത്താൻ പറ്റും നമ്മൾ നോക്കിയാൽ മതി. Q0 നിന്ന് Q1ലോട്ട് വന്നു, Q1 നിന്ന് 0 വന്നു. വേറെയും വഴി ഉണ്ടാവാം, ഇവിടെ നിന്നും താഴെ നിന്ന് ഒരു വഴി പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഏതായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു വഴി ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് വൺ വേ യു ഹാവ് ടു റീച്ച് ദോസ് സ്റ്റേറ്റ്സ്. ഇനി Q3ലോട്ട് പോകാൻ പറ്റും, ഡയറക്റ്റ്ലി പോകാൻ പറ്റും. യു ക്യാൻ സി Q3ലോട്ട് പോകാൻ പറ്റും. Q4ലോട്ട് പോകാൻ പറ്റുമോ? Q4 നമുക്ക് പോകാൻ പറ്റുമായിരിക്കും. സി യു ക്യാൻ സി 0 ഇങ്ങനെ വന്നു. ദെൻ യു ക്യാൻ ഗോ ടു Q4, Q5 യു ക്യാൻ ഗോ ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, പക്ഷേ Q6 നമുക്ക് പോകാൻ പറ്റുമോ? Q6 നമ്മൾ ഇതുവഴി വന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആരോ അപ്വേർഡ് ആണ്, താഴെയല്ല. റൈറ്റ്, സോ യു കനോട്ട് റീച്ച് Q6ലോട്ട് റീച്ച് ചെയ്യാൻ നമുക്ക് ഒരു വഴിയും നമുക്ക് കാണുന്നില്ല. റൈറ്റ്, നമ്മൾ ഏത് വഴി നോക്കിയാലും എന്താണ്? Q6ലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തിനാ വെറുതെ DFAയിൽ അത് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എലിമിനേറ്റ് ചെയ്യും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നോൺ റീച്ചബിൾ സ്റ്റേറ്റ്സിനെ കണ്ടുപിടിക്കുക. ഇനീഷ്യൽ സ്റ്റേറ്റിന് നോൺ റീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എലിമിനേറ്റ് ചെയ്തു. യു ക്യാൻ സി Q6 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അതുപോലെ അതിൻ്റെ ട്രാൻസിഷൻ ടേബിളിലുള്ള അതിൻ്റെ ഡേറ്റയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഇതിങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ട്രാൻസിഷൻ ടേബിൾ എഴുതാം. നോ ഇഷ്യൂസ്. ഓൾ റൈറ്റ്, സോ സ്റ്റെപ്പ് 1 എലിമിനേറ്റ് നോൺ റീച്ചബിൾ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2. ഇനി യു ലിസൺ ഹിയർ കെയർഫുള്ളി. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ Q എന്ന് പറയുമ്പോൾ എന്താണ്? Q0 മുതൽ Q5 വരെയും നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? ഒന്ന് ഓൾ ഫൈനൽ സ്റ്റേറ്റ്സ്, അത് സെറ്റ് നമ്പർ 1 ആയിരിക്കും. പിന്നെ ഓൾ നോൺ ഫൈനൽ സെറ്റ്സ്, അത് സെറ്റ് നമ്പർ 2 ആയിരിക്കും. അപ്പോൾ നോക്കാം, നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? Q1 ഉണ്ട്, Q4 ഉണ്ട്, Q2 ഉണ്ട്. സോ Q1 Q2 Q4 ഒരു സെറ്റിൽ വരും. Q0 Q3 Q5 ഒരു സെറ്റിൽ വരും. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഡയഗ്രാം ഇപ്പോൾ വേണമെന്ന് ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ട്രാൻസിഷൻ ടേബിൾ മാത്രം നമുക്ക് മതി ചെയ്യാൻ വേണ്ടി, വർക്ക് ചെയ്യാൻ വേണ്ടി. ഓൾ റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു? 2 സെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ്, Q0 Q3 Q5 എന്ന് പറയുമ്പോൾ നമ്മുടെ നോൺ ഫൈനൽ സ്റ്റേറ്റ്സ്, Q1 Q2 Q4 നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഈ പാർട്ടീഷൻ നമ്മൾ എന്ത് പറയും? വി കോൾ ദിസ് പാർട്ടീഷൻ P0. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തതിന് നമ്മൾ എന്ത് പറയും? P0 എന്ന് പേര് വിളിക്കും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടീഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഈ പാർട്ടീഷൻ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? ടേക്ക് ഓൾ പെയർസ് ഓഫ് സ്റ്റേറ്റ്സ് ഫ്രം ദിസ് പാർട്ടീഷൻ. പെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സപ്പോസ് ഈ സെറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നെങ്കിൽ Q0 Q3 ഒരു പെയറായി, Q0 Q5 ഒരു പെയറായി, Q3 Q5 ഒരു പെയറായി. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ Q1 Q2 ഒരു പെയറായി, Q2 Q4 ഒരു പെയറായി, ആൻഡ് Q1 Q4 ഒരു പെയറായി. ഇനി പെയർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നോക്കുവാണ്, ഇഫ് 2 സ്റ്റേറ്റ്സ് റൈറ്റ് ഓഫ് എ സെറ്റ് ആർ ഡിസ്റ്റിങ്യൂഷബിൾ.
അപ്പോൾ നമ്മൾ ഈ സെറ്റ് എടുത്തു, നമ്മുടെ ഈ സെറ്റ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് സപ്പോസ് Q0 Q3 എടുത്തു. അത് ഡിസ്റ്റിങ്ക്യൂഷബിൾ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, ഈ സെറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം ഡിസ്റ്റിങ്ക്യൂഷബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓൾറൈറ്റ്, സോ ഡിസ്റ്റിങ്ക്യൂഷബിൾ എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റ് സപ്പോസ് QI ആൻഡ് QJ ഡിസ്റ്റിങ്ക്യൂഷബിൾ എപ്പോഴാണ് ആവുന്നത്? വെൻ ഫോർ സം ഇൻപുട്ട് സിമ്പിൾ, നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഇവിടെ എന്താണ് 0ഉം 1ഉം ആണ് അല്ലേ. ഇവിടെ അവർ എ ജനറൽ ആയിട്ട് എടുക്കുവാണ് എ. സോ QI, A ആൻഡ് QJ, A ലാൻഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെറ്റ്സ് ഇൻ പാർട്ടീഷൻ PK-1. അപ്പോൾ നമ്മൾ എന്താണ്, സപ്പോസ് നമ്മൾ P1ലാണ് നമ്മൾ P1 ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ്, ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പെയർ എടുത്തു, സപ്പോസ് Q0 Q3 എടുത്തു നമ്മൾ. സോ Q0, 0 ആൻഡ് Q3, 0 അല്ലെങ്കിൽ Q0, 1 ഓർ Q3, 1. ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന ആൻസർ രണ്ട് ഡിഫറെൻറ്റ് സെറ്റിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് നമ്മൾ പറയും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ സി, ഓൾറൈറ്റ്, സപ്പോസ് നമ്മൾ എടുക്കുവാണ് Q0 Q3. നമ്മൾ എല്ലാ പേഴ്സും എടുക്കണം. നമ്മൾ ആദ്യം എടുക്കുന്ന പേര് Q0 Q3 ആണെന്ന് വിചാരിക്കുക. ഓൾറൈറ്റ്, സോ Q0 Q3 നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ പെയറായിട്ട് എടുത്തു. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്യുവാണ് Q0, 0. ഓൾറൈറ്റ്, അതുപോലെ തന്നെ Q3, 0. റൈറ്റ്, അപ്പോൾ Q0, 0 എവിടെ വരുന്നു, Q3ലോട്ട് പോകുന്നു. സോ Q3. ഇനി Q3, 0 എവിടെ വരുന്നത്, Q0യിൽ വരുന്നു. ഇനി Q0ഉം Q3യും യു ക്യാൻ സി അത് ഈ സെറ്റിൽ തന്നെ, വേറെ വേറെ സെറ്റിൽ വരുന്നില്ല. അപ്പോൾ അതെന്താണ്, അത് ഡിസ്റ്റിങ്ക്യൂഷബിൾ അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമ്മളിത് 0ന് വേണ്ടി മാത്രമേ നോക്കിയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഇനി 1ന് വേണ്ടിയും ഇതുപോലെ തന്നെ നോക്കണം. ഓക്കെ, സോ 1ന് വേണ്ടി നമ്മളെങ്ങനെ നോക്കും, സി Q0, 1 ആൻഡ് Q3. നമ്മൾ Q0 Q3 അല്ലേ എടുത്തത്. റൈറ്റ്, സോ Q0, 1 എന്താണ്, Q1 ആണ്. റൈറ്റ്, ആൻഡ് Q3, 1 എന്താണ്, Q4 ആണ്. Q1 Q4 സെയിം സ്ഥലത്താണോ ലാൻഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സ്ഥലത്താണോ ലാൻഡ് ചെയ്തത്, എവിടെ, P0യിൽ. റൈറ്റ്, സോ എവിടെയാണ് Q1 ആൻഡ് Q4 യു ക്യാൻ സി ഇവിടെ തന്നെയാണ്, ഒരേ സെറ്റിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇത് ഡിസ്റ്റിങ്ക്യൂഷബിൾ അല്ല. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യില്ല. റൈറ്റ്, അപ്പോൾ നമ്മൾ P1ന് വേണ്ടി നമ്മൾ ചെയ്യുവാണ് ഇതെല്ലാം. ഓക്കെ, സോ Q0 Q3ന് പ്രശ്നമില്ല. പിന്നെ നമ്മൾ Q0 Q5 എടുത്ത് നോക്കാം. റൈറ്റ്, Q0 Q5 എടുത്ത് നോക്കാം. Q0, 0 ആൻഡ് Q5, 0. Q0, 0 നോക്കിക്കേ, എന്താണ്, Q3 ആണ്. Q5, 0 എന്താണ്, Q5 ആണ്. സോ Q3 ആൻഡ് Q5 യു ക്യാൻ സി Q3 ആൻഡ് Q5 എന്താണ്, ഒരേ സ്ഥലത്ത് തന്നെയാണ്. സി യു ക്യാൻ സി. റൈറ്റ്, സോ Q0, 0 ആൻഡ് Q5, 0 എവിടെ തന്നെ വരുന്നത്, ഒരേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. പ്രശ്നമില്ല. ഇനി നമുക്ക് 1 ഇട്ട് നോക്കാം. 1 ഇട്ട് നോക്കിയിട്ട് പ്രശ്നമുണ്ടോ നോക്കാം. ഓൾറൈറ്റ്, സോ Q0, 1 ആൻഡ് Q5, 1. സോ Q0, 1 എന്ന് പറയുമ്പോൾ Q1 ആണ്. Q5, 1 എന്ന് പറയുമ്പോഴത്തേക്കും Q5 ആണ്. യു ക്യാൻ സി ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. യു ക്യാൻ സി Q0, 1 ഈസ് ഇൻ Q1 ആൻഡ് അടുത്ത എവിടെ വരും, അടുത്ത സെറ്റിൽ വരുവാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇതിന് നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തേ പറ്റും, നമുക്ക് വേറെ വേറെ സെറ്റിലാക്കിയേ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ സെറ്റിൽ Q0 ഇട്ട്, ഓൾറൈറ്റ്, ദെൻ എന്ത് ചെയ്യും, Q5ന് നമ്മൾ വേറെ സെറ്റിലൂടെ ഇട്ടു. ഓൾറൈറ്റ്, ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, Q0 Q5 കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, അടുത്ത സ്റ്റേറ്റും കൂടെ, അടുത്ത പെയറും കൂടെ നോക്കണം. അടുത്ത പെയർ എന്താണ്, Q3 Q5 പെയർ ആണ്. ഓൾറൈറ്റ്, സോ Q3, 0 അതുപോലെ Q5, 0 നമ്മൾ നോക്കും. Q3, 0 എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്. റൈറ്റ്, Q5, 0 എന്താണ്, Q5 ആണ്. സോ Q0 ആൻഡ് Q5 ഒരേ സെറ്റ് തന്നെയാണ്, വിഷയമില്ല. പക്ഷെ എന്നാലും ഇവിടെ തീർന്നില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, Q3 Q5 എന്ത് കണ്ടുപിടിക്കണം, 1ഉം കൂടെ നോക്കണം. Q3, 1 അതുപോലെ Q5, 1. Q3, 1 എന്ന് പറയുമ്പോൾ Q4 ആണ്. റൈറ്റ്, ആൻഡ് Q5, 1 എന്താണ്, Q5 ആണ്. സോ Q4 Q5 യു ക്യാൻ സി വേറെ വേറെ സെറ്റിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, Q3 Q5 ഒരേ സെറ്റിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, Q3നെ ഈ സെറ്റിലാക്കി, Q5 വേറെ നിന്നു. ഓൾറൈറ്റ്,
അപ്പോൾ നമ്മൾ ഈ സെറ്റിന്റെ കാര്യം ഒതുക്കി P0 നിന്ന് P1 നമ്മൾ വരുവാണ് അല്ലേ. അപ്പൊ P1 നമ്മൾ എന്താ നോക്കുന്നത്, P0ന്റെ പേഴ്സ് ആണ് നോക്കുന്നത്, റൈറ്റ്. സോ P1 നമ്മൾ എഴുതുമ്പോഴത്തേക്കും P0 ഇനീഷ്യൽ ആണ്. നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഫൈനൽ സ്റ്റേറ്റ്സിനെയും നോൺ ഫൈനൽ സ്റ്റേറ്റ്സിനെയും ഡിവൈഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, P1 എടുക്കുവാണ്. അടുത്ത പാർട്ടീഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് പാർട്ടീഷന്റെ എല്ലാ പേഴ്സും നോക്കി ഇതുപോലെ ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണോ ഇല്ലയോ നോക്കും. ഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഡിസ്റ്റിങ്ക്യൂഷബിൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ വെക്കും, റൈറ്റ്. ഇനി നമ്മൾ നോക്കാം ഇതിന്റെ ഈ പെർട്ടിക്കുലർ സെറ്റിന് നോക്കാം. അതുപോലെ തന്നെ നോക്കിക്കേ, ഹൗ ക്യാൻ വി ഡു Q1 Q2, റൈറ്റ്. Q1 Q2 ഒരു പേർ എടുത്തു, Q1, 0 ആൻഡ് Q2, 0. നിങ്ങൾ നോക്കിക്കേ, Q1, 0 Q2 ആണ്, ആൻഡ് Q2, 0 എന്താ, Q2 തന്നെയാണ്. ഇതേ സെറ്റ് തന്നെയാണ് Q2 അല്ലേ നമുക്ക് കിട്ടിയത്. Q2 യു ഗോട്ട്, റൈറ്റ്. സോ സെയിം സെറ്റ്, റൈറ്റ്. അതുപോലെ തന്നെ Q1, 1 Q5 ആണ്. Q2, 5 Q5 തന്നെയാണ്, റൈറ്റ്. അതും എന്താണ്, സെയിം സെറ്റ്. ഇവിടെ നമ്മൾ ഈ സെറ്റ് നോക്കുമ്പോൾ ഈ സെറ്റിൽ തന്നെ ആൻസർ വരണമെന്നല്ല, നമ്മൾ ചെയ്തിട്ട് ശേഷം നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു സെറ്റിലായിരിക്കണം. അതായത് ഒരു വാല്യൂ ഒരു സെറ്റിലും വേറെ വാല്യൂ വേറെ സെറ്റിലും അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ നോക്കിയ Q5 ആണ് നമുക്ക് കിട്ടുന്നത്. Q1, 1 ആൻഡ് Q2, 1 Q5 ആൻഡ് Q5 ബിലോങ് ടു ദിസ് സെറ്റ്, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയും, അത് കുഴപ്പമില്ല, ഡിസ്റ്റിങ്ക്യൂഷബിൾ അല്ല എന്ന് നമ്മൾ പറയും, ഓൾ റൈറ്റ്. അതുപോലെ തന്നെ അടുത്ത പേർ എന്തായിരിക്കും, Q1 Q4 ആയിരിക്കും അല്ലേ. സോ ദി നെക്സ്റ്റ് പേർ ഈസ് Q1 Q4 നമ്മൾ എങ്ങനെയും Q1, 0 Q4, 0. Q1, 0 എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ്. ആൻഡ് Q4, 0 എന്ന് പറയുമ്പോൾ ഇതാണ്. സോ Q2 ഈ സെറ്റിൽ തന്നെയാണ്. വിഷയമുണ്ടോ, ഇല്ല, റൈറ്റ്. ഇനി അതുപോലെ തന്നെ Q1, 1 Q5 ആണ്. Q4, 1 എന്താണ്, Q5 തന്നെയാണ്. അതും കുഴപ്പമില്ല, സെയിം സെറ്റ് തന്നെയാണ്, റൈറ്റ്. അടുത്ത പേർ എന്താണ് നോക്കാം. അടുത്ത പേർ എന്തായിരിക്കും, Q2 Q4 നമുക്ക് നോക്കാം. Q2 Q4 ദറ്റ് മീൻസ് Q2 ആൻഡ് Q4 Q2, 0 ആൻഡ് Q4, 0 Q2 ആണ്, സെയിം സെറ്റ് തന്നെയാണ്. അടുത്ത നോക്കിയ Q5 സെയിം സെറ്റ് തന്നെയാണ്. സോ നമ്മൾ എന്താണ്, ഇതിന് പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമില്ല, റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് എഴുതും, താഴെ എഴുതി വെക്കും, റൈറ്റ്. യു ക്യാൻ സീ ലൈക്ക് ദിസ്, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, P2 കണ്ടുപിടിക്കും, റൈറ്റ്. സോ P2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ്, വീണ്ടും നമ്മൾ ഇനി P2 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇത് റെഫർ ചെയ്യത്തില്ല, ഇതാണ് റെഫർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ Q0 Q3 ഈ പേർ ഉണ്ട്, റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ പേരുള്ളൂ, Q0 Q3. സോ Q0, 0 ആൻഡ് Q3, 0. അപ്പോൾ ഇനി Q3 Q0, റൈറ്റ്. ഇനി നമ്മൾ ഇവിടെയല്ല നോക്കുന്നത്, നമ്മൾ ഇവിടെയാണ് നോക്കുന്നത്, ഓൾ റൈറ്റ്. സോ Q0 Q3 നമ്മൾ Q0, 0 Q3 കിട്ടി, Q3, 0 Q0 കിട്ടി. സോ Q3 ആൻഡ് Q0 സെയിം സെറ്റ് തന്നെ, ഇവിടെ തന്നെയാണ് ഉള്ളത്, ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയും, അതിനെ വീണ്ടും പാർട്ടീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെറ്റ് നോക്കിക്കേ Q5, ഇതിന് ഫർദർ പാർട്ടീഷൻ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല, കാരണം ഒരൊറ്റ സ്റ്റേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഒന്നും ചെയ്യില്ല, റൈറ്റ്. ഇനി അടുത്ത് നോക്കിയേ, ഇത് വല്ല മാറ്റം ഉണ്ടോ, ഇതുപോലെ തന്നെ ഇവിടെ വന്നതാണ്. ഇനി എങ്ങോട്ടും താഴെ മാറ്റം ഉണ്ടാവോ, ഇല്ല, കാരണം ഇത് മൂന്നും ഇതേ സെറ്റിൽ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഓൾ റൈറ്റ്. സോ Q1 Q2, റൈറ്റ്. Q1 Q2 0 എടുക്കുമ്പോഴത്തേക്ക് Q2 ആൻഡ് 1 എടുക്കുമ്പോഴത്തേക്ക് Q5, റൈറ്റ്. സോ Q5 ഈ സെറ്റിലാണ്, Q2 ഈ സെറ്റിലാണ്, റൈറ്റ്. ഒരേ സെറ്റിൽ തന്നെ, കുഴപ്പമില്ല. നൗ Q1 Q4 എടുത്ത് നോക്കി, Q1 ആൻഡ് Q4, റൈറ്റ്. സോ Q2 ആൻഡ് Q2 തന്നെ ഈ സെറ്റിൽ തന്നെ കിട്ടി. ആൻഡ് Q1 Q4 1 ഇട്ട് കൊടുക്കുമ്പോൾ Q5 തന്നെ കിട്ടി, സെയിം ഈ സെറ്റിൽ തന്നെയാണ്, വേറെ സെറ്റിലോട്ട് പോകുന്നില്ല, റൈറ്റ്. അടുത്ത പേർ എന്തായിരിക്കും, Q2 Q4. Q2 ആൻഡ് Q4 അത് Q2 പോകുന്നു, ആൻഡ് 1 എടുക്കുമ്പോഴത്തേക്കും Q5 സെയിം ഒരേ സെറ്റ് തന്നെയാണ്. അപ്പോൾ ദേ ആർ നോട്ട് ഓൾസോ ഡിസ്റ്റിങ്ക്യൂഷബിൾ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും, യു ക്യാൻ സി Q0 Q3 അതുപോലെ തന്നെ വരും, നോ ഇഷ്യൂ. Q5 ഒറ്റ സെറ്റായ അതുപോലെ തന്നെ വരും. നൗ Q1 Q2 Q4 അതുപോലെ തന്നെ വരും, റൈറ്റ്. ഇനി നമ്മൾ വീണ്ടും പാർട്ടീഷൻ ചെയ്യത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, വൈ, ബിക്കോസ് നമ്മൾ എന്താണ്, രണ്ടും സെയിം വന്നു. യു ക്യാൻ സി PK ഈസ് ഈക്വൽ ടു PK -1 വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പാർട്ടീഷൻ. ഇനി ഇത് എത്ര നമ്മൾ റിപ്പീറ്റ് ചെയ്താലും ഇത് തന്നെ ആയിരിക്കും റിപ്പീറ്റ് ആവാൻ പോകുന്നത്, റൈറ്റ്. സോ ഈ സിറ്റുവേഷനിൽ എന്ത് വന്നു, P2 ഈസ് ഈക്വൽ ടു P1. അപ്പോൾ എന്താണ്, PK ഈസ് ഈക്വൽ ടു PK -1, ഓൾ റൈറ്റ്. സെയിം സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓൾ സ്റ്റേറ്റ്സ് ഓഫ് വൺ സെറ്റ് ആർ മെർജ്ഡ് ഇൻടു വൺ. ഇനി നമ്മൾ എന്താണ്, ഒരു സെറ്റിലുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കും. ഇതൊരു സ്റ്റേറ്റ്, ഇതും ഒരു സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കും.
ഇനി നമുക്ക് Q1 Q2 Q4 ആണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. എവിടേക്ക് ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടോ അതെല്ലാം ഫൈനൽ സ്റ്റേറ്റ് ആവും. റൈറ്റ്, ഇവിടെ നോക്കുവാണെങ്കിൽ Q1 Q2 Q4 തന്നെയാണ് ഫൈനൽ സ്റ്റേറ്റ് വരുന്നത്. എവിടെയാണോ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നത് പണ്ട്, അത് ഏത് സെറ്റിലാണോ ആ സെറ്റ് ആയിരിക്കും നമ്മുടെ ഇനീഷ്യൽസ്. സോ ദിസ് ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ മിനിമൈസ് DFA വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ഇതുണ്ട്. ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ PK തന്നെ ആയിരിക്കും. ഇതാണ് ആ പോയിന്റ് മീൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മുടെ ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മിനിമൈസ് DFA നമ്മൾ റെഡിയായി. സോ Q0 Q3 നമ്മൾ എന്ത് ചെയ്തു? ആ സ്റ്റേറ്റ് ആയിട്ട് കണ്ടു. റൈറ്റ്, അതിനകത്ത് നമ്മൾ യു ക്യാൻ സി 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും, സോ Q0 ആൻഡ് Q3 റൈറ്റ് ഒരുമിച്ച് നോക്കിക്കേ. 0 എടുത്ത് കൊടുക്കുമ്പോഴേക്ക് Q0 തന്നെയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും പോവുക. റൈറ്റ്, ഇനി 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സി Q0ക്ക് 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് പോകുന്നത്? Q1 Q4ലാണ്. അപ്പോൾ Q1 ഉണ്ട്, Q4 ഉണ്ട്. റൈറ്റ്, സോ അവിടെ പോകും, ഈ സ്റ്റേറ്റിലോട്ട് പോകും. റൈറ്റ്, ആൻഡ് വിച്ച് ഇസ് ഓൾസോ ദി ഫൈനൽ സ്റ്റേറ്റ്. ഓൾറൈറ്റ്, അതുപോലെ തന്നെ Q1 Q2 Q4 0 വരുമ്പോഴത്തേക്കും Q1 Q2 Q4 0 വരുമ്പോഴത്തേക്കും യു ക്യാൻ സി Q2 Q2 റൈറ്റ്, അവിടെ തന്നെ വരും. റൈറ്റ്, തിരിച്ച് അവിടെ തന്നെ ഇട്ടു. ഇതിനകത്ത് 1 വരുമ്പോഴത്തേക്കും 5ലോട്ട് യു ക്യാൻ സി Q1 ഇതാണ് Q1 5 Q2 5 റൈറ്റ്, ആൻഡ് Q4 1 വരുമ്പോൾ 5. സോ 5ലോട്ട് പോയി. റൈറ്റ്, ഇനി Q5 നോക്കിക്കേ. Q5 0 1 വന്നാലും എന്താ തന്നെ അവിടെ തന്നെ ആയിരിക്കും അത് നിൽക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൂപ്പ് കൊടുത്തു. സോ ദിസ് ഇസ് അവർ മിനിമൈസ്ഡ് DFA. സോ യു ക്യാൻ സി നമ്മൾ നോക്കിയേ ഇവിടെ നിന്നാണ് തുടങ്ങിയത് നമ്മൾ. റൈറ്റ്, സോ ഇതിനകത്ത് Q0 to Q6 7 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ മിനിമൈസ്ഡ് DFA നമുക്ക് എത്ര ഉള്ളൂ? 3 സ്റ്റേറ്റിൽ നമ്മൾ ചുരുക്കി. സോ ദിസ് ഇസ് ദി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഞാൻ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.